അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. നമ്മൾ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിന്റെ ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അടുത്ത ഭാഗം നമ്മൾ ഖിയാമത്ത് നാളിനെ അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുകയാണ്. അതിൽ അടുത്തതായി മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചും പറഞ്ഞു. മനുഷ്യൻ എന്നുള്ളത് പരിപൂർണ സൃഷ്ടിയായി പുറത്തേക്ക് വന്നു. അങ്ങനെ അവൻ യുവാവായി ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായം. ഇത്രയും പറഞ്ഞത് ഇത്ര ആരോഗ്യവാന്മാരായത് ഒന്നും ഇല്ലായ്മയിൽ നിന്നായിരുന്നു. ഈ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു പുനർജീവനം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കൂല? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഓടാനും ചാടാനും ശേഷിയുള്ള മനുഷ്യനെ അള്ളാഹുവിന് പരിവർത്തിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കാനും ഒന്നുകൂടി ലോകത്തെ സൃഷ്ടിക്കാനും പറ്റൂല? ഇതാണ് അള്ളാഹുവിൻ്റെ നമ്മോടുള്ള ചോദ്യം. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, ഉയർത്തെഴുന്നേൽപ്പിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി എന്നതാണ് ഖുർആൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിട്ട് ഈ മനുഷ്യൻ എപ്പോഴും യുവാവായിരിക്കോ? ഇല്ല. എപ്പോഴും ഈ ആരോഗ്യമുണ്ടാവോ? ഇല്ല. എപ്പോഴും ഓടാനും ചാടാനും കഴിയോ? ഇല്ല. മനുഷ്യൻ എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ്? വമിൻകും മയ്യുറദ്ദു വമിൻകും മയ്യുതവഫ വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമുരി ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. ഖുർആൻ പറയാണ് വമിൻകും മയ്യുതവഫ. അപ്പോൾ ചില ആളുകൾ ഈ കുട്ടിയായതിന് ശേഷം, പിറന്നതിന് മുന്നേ മുഹല്ലഖത്തിൻ വഗൈർ മുഹല്ലഖത്തിൻ എന്ന് പറഞ്ഞല്ലോ. ഇനി ജനിച്ചു വന്ന് നല്ല ആരോഗ്യവാനായി ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും വമിൻകും, നിങ്ങളിൽ ചിലർ എന്താവാം? മയ്യുതവഫ, മരിക്കുന്നവരുണ്ടാവാം. വഫാത്ത് നമുക്കറിയാലോ, വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഫാത്തായി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ചിലർ മരിച്ചു പോയേക്കാം, മരിക്കുന്നവരുണ്ടാകും. എന്നാലോ എല്ലാവരും മരിക്കോ? ഇല്ല. വമിൻകും, ചില ആളുകൾ മരിക്കാതെ കുറേ കാലം ജീവിക്കും. 60-ആയി 70-ആയി 80-ആയി 85 വയസ്സായി ഇങ്ങനെ നല്ല ഒരു പ്രായം വരെ ചില ആളുകൾ ജീവിക്കും. പ്രായം കൂടുമ്പോൾ തൊലികൾ ചുളിയാൻ തുടങ്ങും, കണ്ണുകൾ കുഴിയാൻ തുടങ്ങും, കവിളുകൾ ഒട്ടാൻ തുടങ്ങും, നമ്മുടെ സ്കിന്നുകൾ അല്പം ഡ്രൈ ആവാൻ തുടങ്ങും. അങ്ങനെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും. മുന്നേ കയറിയതുപോലെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും, കുനിയാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഇരിക്കാൻ പ്രയാസമുണ്ടാകും, നടത്തത്തിൻ്റെ വേഗത കുറയും, കൈകാലുകൾക്ക് ബലം കുറയും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പ്രായം കൂടുന്തോറും സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞത്, വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ. അങ്ങനെ നിങ്ങളെ ചില ആളുകളെ മാറ്റപ്പെടും, അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുപോകും, മടക്കപ്പെടും. എങ്ങനെ മടക്കപ്പെടും? മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമുരി, പ്രായത്തിൻ്റെ അവശതയിലേക്ക്, പ്രായത്തിൻ്റെ ദുർബലതയിലേക്ക്. ഉമർ എന്ന് പറഞ്ഞാൽ പ്രായം. അപ്പം അർദലിൽ ഉമർ, പ്രായത്തിൻ്റെ ദുർബലതയിലേക്ക്, അർദലിൽ ഉമർ, പ്രായത്തിൻ്റെ അവശതയിലേക്ക്, പ്രായത്തിൻ്റെ ന്യൂനതയിലേക്ക്, അതായത് വയോവാർദ്ധക്യത്തിലേക്ക് ചില ആളുകളെ റദ്ദ് ചെയ്യും, മടക്കപ്പെടും. വമിൻകും മയ്യുറദ്ദു, ചില ആളുകളെ തിരിച്ചു കൊണ്ടുവരും, റിട്ടേൺ അടിക്കും, തിരിച്ചു കൊണ്ടുവരും, മടക്കപ്പെടുന്നതാണ് ഇല അർദലിൽ ഉമുരി, പ്രായത്തിൻ്റെ ആ ദുർബലതയിലേക്ക് ചില ആളുകളെ കൊണ്ടുവരും എന്നാണ്. എങ്ങനെയാ? വമിൻകും മയ്യുറദ്ദു ഇല അർദലിൽ ഉമുരി ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. ലികൈലാ യഅലമ, അറിയാതിരിക്കുമാർ, ലികൈലാ യഅലമ, അറിയാതിരിക്കുമാർ, മിൻ ബഅദി ഇൽമിൻ ശൈഅ, മിൻ ബഅദി ഇൽമിൻ, വിവരമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അറിഞ്ഞിരുന്നു, അവർക്ക് നല്ല വിവരമുണ്ടായിരുന്നു, പണ്ഡിതനായിരുന്നു, ഉസ്താദായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ചിന്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, നല്ല കോർഡിനേറ്ററായിരുന്നു, നല്ല നേതാവായിരുന്നു, നല്ല മെമ്മറി പവർ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയായിരുന്നു. മിൻ ബഅദി ഇൽമിൻ, എല്ലാം അറിഞ്ഞിരുന്നു അയാൾക്ക്. ഷൈഅൻ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. അങ്ങനെയുള്ള ഒരാൾ ലികൈലാ യഅലമ, എവിടേക്ക് തിരിച്ചു വരും?
ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരും. അയാളെ കണ്ടാൽ നമുക്ക് തോന്നും ഇയാൾക്ക് വിവരില്ലല്ലോ എന്ന് തോന്നിപ്പോയേക്കാം. ചില ആളുകളോട് നമ്മൾ ചെറിയ പ്രായത്തിൽ അവർ നല്ല ആരോഗ്യവാന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ നല്ല നല്ല ജോലികൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് സംഭാവനകൾ ബുദ്ധിപരമായി അവർ ചെയ്തിട്ടുണ്ടാകും, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ പ്രായമാകുമ്പോൾ അത്ര ഓർമ്മ അവർക്ക് ഉണ്ടാവില്ല, അവരുടെ മെമ്മറികൾ തകരാൻ തുടങ്ങും. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ അതിനെ ഇട്ട പേരാണ് അൾഷിമേഴ്സ് എന്ന്. പഴയ കാലത്ത് നമ്മൾ അത്തുംപിത്തും എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത്തുംപിത്തുമാകുന്ന ഒരു പ്രായമെത്തും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ അൾഷിമേഴ്സ് എന്നുള്ള പ്രായം, ചില ആളുകൾ ഗുളിക കുടിച്ചിനൊന്നും ഓർമ്മയുണ്ടാവില്ല. ചില പ്രായമാകുമ്പോൾ അവർക്ക് കഴിക്കേണ്ട ഗുളികകൾ മരുന്നുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടോ ചിലർക്കത് ഓർമ്മയുണ്ടാവില്ല. ചിലപ്പം പറയും ഇതാരാ വന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലെ? മുന്നേ ഒന്നിച്ച് നടന്നവരോ അറിയുന്നവരോ ഒക്കെ ആയിരിക്കും മുന്നിൽ വന്നിട്ടുണ്ടാവുക. ആരാ എന്ന് ചോദിക്കും. കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതേപോലെ അറിയാതെ മലമൂത്ര വിസർജനങ്ങൾ പോകുന്നുണ്ടാവും. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോധമില്ലാതെ അങ്ങനെ പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിച്ചു, എത്ര നേരം ഗുളിക കഴിച്ചു, ആ രൂപത്തിലൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല കുട്ടികളെക്കാൾ മോശമായ രൂപത്തിൽ വാശിയുണ്ടാകും അല്ലെ? കുട്ടികൾക്കാണ് പൊതുവെ വാശിയുണ്ടാവുക, പക്ഷെ അതിനേക്കാൾ വലിയ രൂപത്തിൽ വാശിയുണ്ടാകും. ഇങ്ങനെ മൊത്തത്തിൽ ശാരീരികവും മാനസികവുമായ ആ പൂർണ്ണത പ്രാപിച്ച കഴിവുണ്ടല്ലോ, അതെല്ലാം ശോഷിച്ചുകൊണ്ട് ദുർബലനായ ഒരവസ്ഥയിലേക്ക് തിരിച്ച് മടക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അർദലിൽ ഉമർ, അള്ളാഹുവെ വയോവാർദ്ധക്യത്തിൽ നിന്നും ഞാനിതാ നിന്നോട് അഭയം തേടുകയാണ് എന്ന പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കേണ്ടവരാണ്. വയോവാർദ്ധക്യത്തിൽ അല്ലാഹുവെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ മരണം വരെ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരപകടം പറ്റി കിടപ്പിലായാൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മരണം വരെ നമ്മുടെ 2 കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് നമ്മുടെ ഈമാൻ നിലനിൽക്കുവാനാണ്, മറ്റൊന്ന് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുവാനാണ്. കിടപ്പ് രോഗിയാവാതെ മരണപ്പെടാൻ, വേറൊരാളുടെ ആശ്രയമില്ലാതെ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം. അതേപോലെ ഈ പറഞ്ഞതുപോലെ അൾഷിമേഴ്സ് പെടപെടാതിരിക്കാൻ അല്ലേ? ഓർമ്മ വലിയൊരു പ്രശ്നമാണ്. ചില ആളുകൾ പറയാറുണ്ട് അല്ലേ, നമ്മൾ ചില ആളുകളെ കുറിച്ച് നമ്മളും പറയാറുണ്ട്, ഓർക്ക് ഇന്നലെ പറഞ്ഞ് ഇന്ന് ഓർമ്മയില്ല, ഭയങ്കര ഓർമ്മ പ്രശ്നമുണ്ട്. അത് വല്ലാത്തൊരു രോഗമാണ്, വല്ലാത്തൊരു പരീക്ഷണമാണ്, ഒരു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ അതുകൊണ്ട് അത് കൃത്യമായി അതിനുവേണ്ടി ആ രൂപത്തിലുള്ള ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ ഇവിടെ പറഞ്ഞത് അള്ളാഹു ഖിയാമത്ത് നാളിനെ തെളിയിക്കുവാനാണ്, അതിൻ്റെ ഭീകരതയും അതിൻ്റെ സംഭവ്യതയും നമ്മെ പഠിപ്പിക്കുവാനാണ് അള്ളാഹു ഈ ഒരു പ്രയോഗം ഉദ്ദേശിച്ചത് എന്നൊരു ബോധം കൂടി നമുക്കുണ്ടാവണം. അപ്പോൾ പറഞ്ഞു വെച്ച ആയത്ത് വമിൻകും മയ്യു തവഫ വമിൻകും മയ്യു റദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി, അവിടെ അങ്ങനെയാണ് ഓതുക, മിൻ ബഅദി ഇൽമിൻ ശൈഅ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു ഭാഗം കൂടി പറഞ്ഞൊരു ആയത്ത് പൂർണ്ണമാക്കാൻ പറ്റുന്ന വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിത് വളരെ ബോധത്തോടുകൂടി അർത്ഥം പഠിക്കുമ്പോൾ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ഓതുന്ന രൂപത്തിലേക്ക് മാറണം എന്ന് ഓർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.